ഇത് ഓരോ ദിവസം വരുന്തോറും ഭയങ്കര ഹൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു ലൈൻ. ഇതാണല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ, ശരിക്കും ലൈൻ ടു ലൈനാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. 7, 8 അടി 10 അടി വരെയുണ്ട്. ഈ ഭൂമി ഒരു 75 സെൻറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം ഒരു 10-15 വർഷമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വലിയ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഭൂമി മരങ്ങളെല്ലാം വെട്ടി അവരെടുത്ത് ഭൂമി തന്ന ഉടമസ്ഥൻ ഈ മരങ്ങളെല്ലാം വെട്ടിയെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു കുറ്റിയൊന്നും കൊടുക്കണ്ട, കുറ്റി കുഴക്കിയാൽ പിന്നെ മണ്ണിളകി പറഞ്ഞ് മേൽമണ്ണ് പോകും, അതുകൊണ്ട് വന്നിട്ട് നമുക്ക് അങ്ങനെ തന്നാൽ മതി, ഞങ്ങളതിനെ വൃത്തിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ ഒരു ട്രാക്ടർ വെച്ച് ഒരു 2 ചാല് പൂട്ടി 5 കയറി ഇട്ടിട്ട് വെറുതെ ഒന്ന് പൂട്ടി ഒന്ന് മറിച്ച് പുല്ലൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വട്ടപ്പാത്തി കൂട്ടിയിട്ടാണ് ഈ വാഴ നട്ടത്. കുഴപ്പമൊന്നും ഇല്ലാതൊക്കെ വരുന്നുണ്ട്. 2 മാസം എന്ന് പറഞ്ഞാൽ നല്ല ഗ്രോത്താണ്. ഒരു 4 മാസം ആയ പോലെയൊക്കെയാണ് വരുന്നത് തോന്നണം. പിന്നെ കാറ്റ് വന്നിട്ട് ഇങ്ങനെ മുക്കോണം വെച്ചതുകൊണ്ട് കാറ്റിൻ്റെ ഒരു നമുക്ക് ഒരു ഇതുണ്ട് തടുക്കുന്ന രീതി. ഇതിപ്പോൾ മുക്കോണം വാഴ ആയതുകൊണ്ട് ഏത് ദിശയിൽ നിന്ന് അടിച്ചാലും അവർ വന്നിട്ട് അവർക്ക് അതിനുള്ള കഴിവുകളുണ്ട്. ഒരു സൈഡിൽ നിന്ന് അടിച്ചാൽ രണ്ടാമത് തടുക്കുന്ന രീതിയിൽ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മുറിഞ്ഞ് വീഴാനുള്ള ചാൻസ് കമ്മിയാണ്. മനസ്സിലായില്ലേ? വേറെ എന്ന് പറഞ്ഞാൽ ഈ വാഴ നട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ തെക്ക് കിഴക്ക് അല്ല തെക്ക് പടിഞ്ഞാറ് നിന്നിട്ട് നമ്മൾക്ക് വന്നിട്ട് കിഴക്ക് വടക്ക് ദിശയിലേക്കാണ് ഈ കാറ്റടിക്കൽ അധികം ഉണ്ടാകുക. നമ്മളിപ്പോൾ 2-3 വർഷമായിട്ട് നമ്മുടെ കൃഷി സ്ഥലത്തൊക്കെ നോക്കുന്ന സമയത്ത് ഒരേ ദിശയിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ആ വലിയ കാറ്റ് വരുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അത് വെച്ചാൽ ഈ അടിയിൽ നല്ലൊരു ഗ്യാപ്പ് ഇങ്ങനെ ഈ ദിശയിൽ, അത് വെച്ചാൽ ഈ കാറ്റടിക്കുന്ന ദിശയിൽ വന്നിട്ട് ഏത് സൈഡിൽ അടിച്ചാലും കാറ്റ് വന്നിട്ട് ഒഴിഞ്ഞു പോകുന്ന രീതിയിൽ ഇടയിൽ ഒരു ടണൽ പോലെ ഒരു ഗ്യാപ്പ്. അപ്പോൾ വന്നിട്ട് അത്ര എഫക്റ്റീവ് വാഴയ്ക്ക് അടിക്കില്ല. കാറ്റത്ത് വീഴാൻ വളരെ കമ്മി ചാൻസ് ഉള്ളൂ. പിന്നെ മൊത്തം ഓർഗാനിക് സിസ്റ്റത്തിലാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. ജൈവവളമായിട്ടാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഗ്രോത്താണ് ഈ കാണുന്നതൊക്കെ. അതൊക്കെ ഞാനിപ്പോഴാണ് നല്ല ഗ്രോത്താണ്. അതാ എല്ലാം നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പയറിൻ്റെ സീസൺ കഴിഞ്ഞ് പറഞ്ഞാൽ ഇതിനെല്ലാം മൂടാക്കിടുന്ന പൊതയിടാന്ന് പറയില്ലേ, ആ പൊതയിടും. ഈ പയറ്റ് ചെടികളൊക്കെ അതിലേക്ക് എന്നെ വന്നിട്ടൊക്കെ വലിച്ച് താത്തി അതിലേക്ക് ഇടാം എന്നുള്ള തീരുമാനത്തിലാണ്. നോക്കട്ടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചെയ്യാം. നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ സാധനം കൊടുക്കുക ഓർഗാനിക്കാണോ അതോ ഇന്നോ ഓർഗാനിക്കാണോ എന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് മനസ്സിന് തൃപ്തി ഉണ്ടല്ലോ. ജനങ്ങൾക്ക് നല്ല സാധനമുള്ള നമ്മൾ കൊടുക്കുന്നുള്ളത് അത്രയാ. ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സമാധാനമാണ്. ക്യാമറയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിലിരുന്നിട്ട് നോക്കാം. കുട്ടികൾക്ക് വന്നിട്ട് അവരുടെ മൊബൈലിൽ കാണാൻ വെച്ചാൽ കണ്ടുകൊണ്ടിരിക്കാം. അച്ഛനോട് എന്തൊക്കെ ചെയ്യുന്നതൊക്കെ അവർ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ വളം ഏതാ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ ജീവാമൃത് ഉള്ള പ്ലാനിങ് ഉണ്ട്. ജീവാമൃത് ഒരു 1 ലിറ്റർ 2 ലിറ്റർ വെച്ചിട്ട്